കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർ സുനി 7.5 വർഷത്തിന് ശേഷം ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. കർശന വ്യവസ്ഥകളോടെയാണ് ജാമ്യം. എറണാകുളം ജില്ല വിട്ടുപോകുന്നതിനും മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനും വിലക്കുണ്ട്. ശ്യാം ദേവരാജ് നൽകും വിവരങ്ങൾ. ശ്യാം, കർശന ജാമ്യ വ്യവസ്ഥകളാണ് പൾസർ സുനിക്കുള്ളത്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം പൾസർ സുനി വീട്ടിലേക്കാണോ പോവുക? എറണാകുളം ജില്ല വിട്ടുപോകരുത് എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടല്ലോ. വിനിത വേണു, ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് പൾസർ സുനിക്ക് കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതിയായ പൾസർ സുനിക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത്. അതിന്റെ വ്യവസ്ഥകൾ വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്നായിരുന്നു സുപ്രീം കോടതിയുടെ നിർദ്ദേശം. അതനുസരിച്ചാണ് ഇന്ന് ജാമ്യ വ്യവസ്ഥകളിന്മേൽ വാദം നടന്നതും. വിചാരണ കോടതി, എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കർശനമായ ജാമ്യ ഉപാധി പൾസർ സുനിക്ക് മേൽ വെച്ചതും ആ ജാമ്യ ഉപാധികൾ ഇവയാണ്. ഒന്ന്, ജില്ല വിട്ടു പോകരുത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധി. മറ്റൊന്ന്, മാധ്യമങ്ങളുമായി സംസാരിക്കരുത്. മാത്രമല്ല, ഒരു ഫോൺ മാത്രമേ ഉപയോഗിക്കാവൂ, അതിൽ ഒരു സിം മാത്രമേ ഉപയോഗിക്കാവൂ. ആ സിമ്മിൻ്റെയും ഫോണിൻ്റെയും വിവരങ്ങൾ കോടതിയിൽ ഒരാഴ്ചയ്ക്കകം നൽകണം എന്നുമാണ് കോടതിയുടെ കർശനമായ നിർദ്ദേശം. മാത്രമല്ല, ഈ കേസിൽ അതിജീവിതയെ ഭീഷണിപ്പെടുത്താനോ അല്ലെങ്കിൽ സാക്ഷികളെ സ്വാധീനിക്കാനോ പോകരുത് എന്ന മറ്റൊരു നിർദ്ദേശവും കൂടി നൽകിയിട്ടുണ്ട് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. മാത്രമല്ല, ഈ അടുത്ത മാസം 10-ാം തീയതി അതത് മാസം 10-ാം തീയതിക്കകം അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം എന്നൊരു നിർദ്ദേശം മറ്റൊരു ഉപാധിയായി വെച്ചിട്ടുണ്ട്, മറ്റൊരു വ്യവസ്ഥയായി വെച്ചിട്ടുണ്ട്. ഈ കേസിൽ ജില്ലാ റൂറൽ SP എല്ലാ മാസവും വിചാരണ കോടതിക്ക് റിപ്പോർട്ട് നൽകണം. ഈ കാലയളവിൽ, ജാമ്യ കാലയളവിൽ പൾസർ സുനി നല്ല നടപ്പുകാരനാണോ എന്നറിയാൻ വേണ്ടിയാണ് ഈ റിപ്പോർട്ട് നൽകേണ്ടത്. ആ ജാമ്യ വ്യവസ്ഥകൾ ഏതെങ്കിലും രീതിയിൽ ലംഘിക്കപ്പെട്ടാൽ പൾസർ സുനിയുടെ ജാമ്യം റദ്ദാക്കുന്നതടക്കമുള്ള കർശനമായ നടപടികളിലേക്ക് കടക്കും. മാത്രമല്ല, ഇതിന്റെ വിചാരണ ഘട്ടത്തിൽ എല്ലാ ദിവസവും അവധി ഇല്ലാതെ തന്നെ ഹാജരാകണം എന്നൊരു കർശനമായ നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. നേരത്തെ ഈ പ്രോസിക്യൂഷന് ഏറ്റവും വലിയ ആശങ്കയുണ്ടായിരുന്ന ഒരു കാര്യം, നേരത്തെ തന്നെ ഈ കേസിൽ അറസ്റ്റിലായത് മുതൽ പൾസർ സുനിയെ വിവിധ കോടതികളിൽ ഹാജരാക്കുമ്പോൾ പൾസർ സുനി മാധ്യമങ്ങളോട് പലതും വിളിച്ചു പറഞ്ഞിരുന്നു. അത് പല ഘട്ടങ്ങളിലും ഈ കേസിൽ 8-ാം പ്രതി ദിലീപിനെ സഹായിക്കുന്നതടക്കമുള്ള കാര്യങ്ങളാണ് വിളിച്ചു പറഞ്ഞത്. അക്കാര്യത്തിൽ പ്രോസിക്യൂഷൻ കർശനമായ നിലപാടെടുത്തത് മാധ്യമങ്ങളോട് സംസാരിക്കാൻ അനുവദിക്കരുതെന്നാണ്. കോടതി ആ വ്യവസ്ഥയും അംഗീകരിച്ചു. അത് ജാമ്യത്തിനുള്ള വ്യവസ്ഥയായി അക്കാര്യവും കൂടി വെച്ചിട്ടുമുണ്ട്. മാത്രമല്ല, പൾസർ സുനിക്ക് വധ ഭീഷണിയുണ്ട് എന്ന കാര്യം പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചു. ഏതായാലും കർശന ഉപാധികളോടെ തന്നെയാണ് പൾസർ സുനിക്ക് ജാമ്യം നൽകിയിരിക്കുന്നത്.